അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമിനും ഇൽമിൻ്റെ അഹ്ലുകാർക്കും വലിയ പ്രാധാന്യം നൽകുകയും അവരെ ആദരിച്ചും ബഹുമാനിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൽമിൻ്റെ അഹ്ലുകാർക്ക് ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ 6 തവണ ഒരു ദിവസം പല്ല് തേക്കണമെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ ഒരു മനുഷ്യൻ 2 നേരം എന്തായാലും തേക്കണം. പഴയ കാലത്തെ അപേക്ഷിച്ച് പുതിയ കാലത്ത് വായക്ക് വാസനയുള്ളവർ കൂടുതലാണ്. ഉള്ള കാര്യം നമ്മൾ മറച്ചിട്ടൊരു കാര്യമില്ല. വായനാറ്റമുള്ളവർ പഴയ കാലത്തെ അപേക്ഷിച്ച് കൂടുതലാണ് എന്ന് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവർ മനസ്സിലാക്കണം. ഭാര്യമാരും ഭർത്താക്കന്മാരും പ്രത്യേകം മനസ്സിലാക്കണം. അതിന്റെ കാരണം നമ്മൾ ധാരാളമായി ഇറച്ചി മീനും തിന്നുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ കാരണം. തിന്നാതിരിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്ന പരിഹാരം. സിവാക്ക് ചെയ്യണം. സിവാക്ക് എന്ന വാക്കിൽ പല്ല് മാത്രം തേക്കലല്ല, പല്ലും തേക്കണം, മോണയും തേക്കണം, നാവും തേക്കണം. അതിനാണ് സിവാക്ക് എന്ന് പറയുന്നത്. പല്ല് തേക്കൽ ചർച്ച ചെയ്ത എല്ലാ സ്ഥലത്തും പല്ലിന് നീളത്തിലും പിന്നെ നാവിന് നീളത്തിലും പല്ലിന് വീതിയിലും തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ പല്ല് മാത്രമല്ല, ഊന് തേക്കണം, നാവും തേക്കണം. ആമാശയത്തിൽ നിന്ന് കയറി വരുന്ന 200-ൽ പരം ഇനം ഉഷ്ണജീവികൾ നാവിൽ തങ്ങി നിൽക്കും. നമ്മളെ നാവിന്റെ ഒറിജിനൽ കളർ ചുവപ്പാണ്. നമ്മൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലാന്ന് വാദിച്ചിട്ട് കാര്യമില്ല. നാവിന്റെ ഒറിജിനൽ കളർ ചുവപ്പാണ്. പിന്നെ നാവമ്മ കാണുന്ന മഞ്ഞക്കളറും വെള്ളക്കളറും എന്താ സാധനം? ആമാശയത്തിൽ നിന്ന്, കിഡ്നിയിൽ നിന്ന്, മലാശയത്തിൽ നിന്ന്, മൂത്രാശയത്തിൽ നിന്ന്, ശുക്ലാശയത്തിൽ നിന്ന്, ഇങ്ങനെയുള്ള വയറിനുള്ളിലെ ഇന്റേണൽ ഓർഗൻസിൽ നിന്ന് കയറി വരുന്ന ഉഷ്ണജീവികൾ തങ്ങി നിൽക്കുന്നതാണ് നാവിൽ കാണുന്ന കളറ്. അതുകൊണ്ട് അത് നന്നായിട്ട് വൃത്തിയാക്കി കളഞ്ഞെങ്കിൽ മാത്രമേ. വായനാറ്റത്തിന്റെ പ്രധാന കാരണം പല്ലല്ല. വായനാറ്റത്തിന്റെ പ്രധാന കാരണം നാവാണ്. നാവ് ക്ലിയറാക്കിയില്ലെങ്കിൽ വായനാറ്റം ഉണ്ടാവും. പല്ല് ക്ലിയറാക്കിയിട്ട് കാര്യമില്ല. അണപ്പല്ലുകൾ തേക്കേണ്ടത് വായ അടച്ചു വെച്ചിട്ടാണ്. അണപ്പല്ലുകൾ ഒരിക്കലും വായ തുറന്നു വെച്ച് തേക്കരുത്. അണപ്പല്ല് വൃത്തിയാക്കാൻ വായ അടച്ചു വെച്ച് തേച്ചെങ്കിൽ മാത്രമേ അതിന്റെ ഉള്ളിലേക്ക് മുഴുവനും ബ്രഷിന്റെ പല്ലുകൾ എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് അകവും പുറവും നന്നായി വൃത്തിയാക്കണം. എപ്പോഴെല്ലാം പല്ല് തേക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നാവും വൃത്തിയാക്കണം. നമ്മളെ കൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. മലക്കുകൾ ഒഴിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ വലിയ സൂക്ഷ്മത പാലിക്കണം. കുടുംബജീവിതം തകരുന്നതിൽ വരെ ഈ വിഷയത്തിലെ സൂക്ഷ്മതക്കുറവ് വലിയ കാരണമാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സാധാരണക്കാർ 2 നേരം നിർബന്ധമായും തേക്കണം. മുത്തഅല്ലിമീങ്ങൾ 6 തവണ തേക്കണം. 5 നിസ്കാരത്തിന്റെ കൂടെയും രാത്രി ഉറങ്ങുന്ന സമയത്തും. ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ബുദ്ധി നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിക്കും. പറയുന്ന കാര്യം വേഗത്തിൽ മനസ്സിലാകും. മനസ്സിലാകുന്നത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, രാത്രി ഉറങ്ങുമ്പോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രാത്രി ഉറങ്ങുമ്പോ നിർബന്ധമായും
ശരീരത്തിന്റെ വെളുത്ത ഭാഗങ്ങൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. മുഖം, കയ്യിന്റെ ഉൾഭാഗം, കാലിന്റെ ഉൾഭാഗം, വെളുത്ത ഭാഗം. അയിക്കൂടെ കയ്യൊന്ന് രേശം അങ്ങോട്ട് നീട്ടിക്കഴുകി തല ഒന്ന് തടയും ചെയ്താലും ഒതുവായി. അത്രേ ഉള്ളൂ സംഗതി. ഉദാക്ക. പക്ഷെ 3 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, മുഖം ഒന്ന് സോപ്പിട്ട് കഴുകുക, കയ്യും കാലും സോപ്പിട്ട് കഴുകുക. കൈ കഴുകണത് മുട്ടുവരെ കഴുകുക, നീയത്ത് മറക്കാതിരിക്കുക, തലമ്മൊന്ന് തോണ്ടുക. സംഗതി ഒതുവായി. ഇത് വളരെ പ്രധാനമാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? വിരിപ്പ് നന്നായി വിരിക്കണം. ഒരു കാരണവശാലും വൃത്തിയില്ലാത്ത വിരിപ്പിൽ കിടന്നുറങ്ങരുത്. ഉറക്കം എന്നത് ചെറിയ മരണമാണ്. ഉറക്കം എന്നത് ചെറിയ മരണമാണ്. ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. അതുകൊണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വിരിപ്പ് മനോഹരമായി വിരിച്ചതിന് ശേഷം മടക്കില്ലാതെ വിരിക്കണം. വിരിപ്പിൽ വരുന്ന മടക്കുകളാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരവേദനയുടെ കാരണം. അതുകൊണ്ട് വിരിപ്പ് നന്നായിട്ട് വിരിക്കണം. നേരത്തെ വിരിച്ചു വച്ചിരുന്നതാണെങ്കിൽ എടുത്ത് 3 പ്രാവശ്യം കൊടയണം, അതിനുശേഷം വിരിക്കണം. ശരീരവേദന മാറാൻ നിങ്ങൾ ഇന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞൊന്ന് പരിശോധിച്ച് നോക്കുകയാണ്. പ്രായമായ ആൾക്കാർക്കും പറ്റും. കിടക്കാൻ ചെല്ലുമ്പോ വിരിപ്പ് എടുത്ത് 3 തവണ കൊടയാ, എന്നിട്ട് മടക്കില്ലാതെ നന്നായിട്ട് നിവർത്തി വിരിക്കുക. എന്നിട്ട് കട്ടിലുമ്മ ചെന്നിരിക്കണം. തോനൊന്നും വേണ്ട. ഒരു ഫാത്തിഹ, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, ഒരു ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. കയ്യിൽ ഊതുക. തല മുതൽ കാല് വരെ ഒന്നിച്ചൊന്ന് തടവുക. ഒരു ഖുൽ ഹുവല്ലാഹു അഹദും കൂടി ഓതുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. തല മുതൽ കാല് വരെ ഒന്നിച്ച് തടവുക. ഒരു പ്രാവശ്യം കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. തല മുതൽ കാല് വരെ ഒന്നിച്ച് തടവുക. ഒരായത്തുൽ കുർസി ഓതുക. ബിസ്മിക റബ്ബി വദഅതു ജംബി എന്ന ദിക്ർ അറിയുന്നവരത് ചെല്ലുക, അല്ലാത്തവര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെല്ലുക. വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് സുഖമായി ഉറങ്ങുക. എന്താ എത്ര ഉറങ്ങിയിട്ട് നമുക്ക് പൂതിരാത്തത്? ഉറക്കത്തിന്റെ നിയമം പാലിക്കാത്തോണ്ടാണ്. നിയമം പാലിക്കാതെ ഏത് കാര്യം ചെയ്താലും മനസ്സിന് റാഹത്ത് കിട്ടൂല. വണ്ടി ഇങ്ങനെ പോകേണ്ടതിന് പകരം പോലീസുകാരൊക്കെ നോക്കിണ്ടോ നോക്കിയിട്ട് അങ്ങനെ പോയാൽ എന്തായാലും മനസ്സിന് റാഹത്ത് ഉണ്ടാവില്ല. നിയമം പാലിച്ചില്ലെങ്കിൽ മനസ്സിന് റാഹത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് നിർബന്ധമായും ഉറങ്ങുമ്പോൾ ഈ കാര്യം സൂക്ഷിച്ചാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് മടക്കുക. പഴയമാതിരി വിരിപ്പ് പഴയതുപോലെ വിരിക്കുക. പുതപ്പ് മടക്കിയിട്ട് തലയുടെ മേലെങ്ങനെ ഉഷാറായിട്ട് വെച്ചാല് ആ ഹോസ്റ്റൽക്ക് ആര് കയറി വന്നാലും ആരാ ഇവിടുത്തെ മാനേജറും ചോദിക്കും. വിരിപ്പ് വൃത്തിയായി വിരിക്കുകയും പുതപ്പ് മടക്കി വെക്കുകയും ചെയ്താൽ ഏറ്റവും വൃത്തിയുള്ള ഹോസ്റ്റലായി നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിനെ മാറ്റാം. അത് മാത്രം ചെയ്താൽ മതി. ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കാം. അതുകൊണ്ട് വലിയ കാര്യത്തിൽ നമ്മളൊക്കെ സൂക്ഷ്മത ഉള്ളവരാണ്, ആരും സൂക്ഷിക്കാത്തവരല്ല. 10,000 രൂപ കള്ളനും സൂക്ഷിക്കും. 10 പൈസ സൂക്ഷിക്കാൻ ഏറ്റവും വലിയ മുത്തഖിയായിരിക്കണമെന്നാണ്. ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഠിക്കണം, നല്ലോണം പഠിക്കണം, നന്നായി പഠിക്കണം. ഉള്ളതനുസരിച്ച് അമൽ ചെയ്താൽ കൂടുതൽ കൂടുതലായി അവനിലേക്ക് വന്നുകൊണ്ടിരിക്കും. വിവരം 2 തരത്തിലുണ്ട് എന്നാണ്. ഒന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന വിവരം,
അതിന് കസ്ബിയായ ഇൽമ് എന്നാണ് പറയാ. രണ്ടാമത്തെ ഒന്നുണ്ട് വഹബിയായ ഇൽമ് എന്ന് പറഞ്ഞാല് അള്ളാഹുവിങ്കിൽ നിന്ന് ഓശാരമായി ലഭിക്കുന്ന വിജ്ഞാനത്തിനാണ് വഹബിയായ ഇൽമ് എന്ന് പറയാ. കസ്ബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലൊരു അധ്വാനം ഉണ്ട്. ഇപ്പൊ പല സ്ഥലത്തുനിന്നും നിങ്ങളെല്ലാരും വന്നു, നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുന്നു, സയ്യിദന്മാര് ആലിമീങ്ങൾ പ്രസംഗിക്കുന്നു, കേൾക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അതിന്റെ പിന്നിലൊരു അധ്വാനമുണ്ട്. ഇതിനാണ് കസ്ബിയായ ഇൽമ് എന്ന് പറയുന്നത്. വഹബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ അധ്വാനമില്ലാതെ ലഭിക്കുന്നു. കസ്ബിയായ ഇൽമിൽ തെറ്റുപറ്റും, വഹബിയായ ഇൽമ് തെറ്റൂല. കസ്ബിയായ ഇൽമിൽ തെറ്റുപറ്റും, അധ്വാനിച്ചുണ്ടാക്കുന്ന വിവരം തെറ്റും. എന്താ കാരണം? പഠിപ്പിക്കുന്നവന് തെറ്റിയാൽ പഠിക്കുന്നവന് തെറ്റും. പഠിപ്പിക്കുന്ന ആൾക്ക് തെറ്റി, എന്നാ പഠിച്ചാൽ എന്തായാലും തെറ്റും, ഉറപ്പാണ്. വഹബിയായ ഇൽമ് തെറ്റൂല. എന്തുകൊണ്ട്? അതിൽ പഠിപ്പിക്കുന്ന ആളുണ്ടാവൂല എന്നുള്ളത് കൊണ്ടാണ് തെറ്റാത്തതിന്റെ കാരണം. വഹബിയായ ഇൽമാർക്കാ കിട്ടുക? ഉള്ള ഇൽമു കൊണ്ട് അമൽ ചെയ്യുമ്പോൾ വന്നു ചേരുന്ന വിവരങ്ങൾക്കാണ് വഹബിയായ വിജ്ഞാനം എന്ന് പറയുന്നത്. ഉള്ള ഇൽമു കൊണ്ട് അമൽ ചെയ്യാൻ തയ്യാറാവണം. നാഫിയായ ഇൽമ്, ളാറായ ഇൽമ് എന്ന് പറഞ്ഞിട്ട് ഇൽമ് രണ്ടെണ്ണല്ല, ആളാണ് രണ്ടെണ്ണം. നാഫിയായ ഇൽമാണ് ചിലത് എന്ന് പറയും, ചിലത് ളാറായ ഇൽമാണ് എന്ന് പറയും. അങ്ങനെ രണ്ടെണ്ണല്ല. നാഫിയായ മനുഷ്യനും ളാറായ മനുഷ്യനുമാണ്. ഉപദ്രവകാരിയായ മനുഷ്യൻ ഏത് പഠിച്ചാലും കുഴപ്പം തന്നെയാണ്. ഉപദ്രവകാരിയായ മനുഷ്യൻ ഖുർആൻ പഠിച്ചു, അല്ലെങ്കിൽ ഖുർആൻ പരിഭാഷ പഠിച്ചു, എന്നാലും കുഴപ്പം തന്നെ ഉണ്ടാവുക. സിഹിർ ബാധിച്ചാൽ അടയാളമുണ്ട് എന്നാണ്. കണ്ണിന്റെ ചുറ്റുഭാഗത്തും കറുത്ത അടയാളം പ്രത്യക്ഷപ്പെടുമെന്നാണ്. സിഹിർ ബാധിച്ചാൽ എല്ലാ സംഗതിക്കും അടയാളമുണ്ട്. അടയാളം ഇല്ലാത്തൊരു പരിപാടിയില്ല തന്നെ സംഗതി. അപ്പൊ എന്ത് ചെയ്യണം? ഈമാനിന്റെ അടയാളങ്ങളെ സൂക്ഷിക്കണം. 70 ചില്ലാനം കാര്യങ്ങൾ ഈമാനുമോ ബന്ധിച്ചിട്ടുണ്ട്. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ. ആരെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവൻ ദീനിന്റെ പകുതിയെ പൂർത്തിയാക്കി. കല്യാണം ഈമാന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ ആരെങ്കിലും കല്യാണത്തിന് ഈമാന്റെ ഭാഗമാണെന്ന് കരുതിയിട്ട് പോലുണ്ടോ? ചെന്നീലെങ്കിൽ ഇപ്പൊ അബ്ദുറഹ്മാൻ എന്താ തോന്നുകയെന്ന് കരുതിയിട്ടല്ലേ പോകല്. ചെന്നീലെങ്കിൽ റഹ്മാൻ എന്താ തോന്നുകയെന്ന് കരുതിയിട്ട് പോകൂല. അബ്ദുറഹ്മാൻ എന്താ തോന്നുകയെന്ന് നമ്മൾ വിചാരിക്കണേ. സത്യത്തിൽ വിചാരിക്കേണ്ട എന്താണ്? പടച്ചോനെ, അവിടെ ഒരു നിക്കാഹുണ്ട് റബ്ബേ, ദീനിന്റെ 2/3 പൂർത്തിയാക്കുന്ന ഇബാദത്താണ്. ഓനാണെങ്കിൽ പറയും ചെയ്തിട്ടുണ്ട്, എനിക്കാണെങ്കിൽ പോകാൻ നേരമുണ്ട്. എന്നിട്ട് ദീനിന്റെ 2/3 പൂർത്തിയാക്കുന്ന ഇബാദത്ത് നടക്കുന്നിടത്തേക്കൊന്നും പോയില്ലെങ്കിൽ അള്ളാഹ് അനക്കെന്താ തോന്നുക? ഞാൻ പോട്ടെ എന്നാണ് ചിന്തിക്കേണ്ടത് ശരിക്ക്. അതും നമ്മൾ അബ്ദുറഹ്മാനും അബ്ദുൽ ഗഫൂറിനും ആക്കി മാറ്റി. അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഇബാദത്തുകളൊക്കെ നമ്മൾ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇപ്പോ നിലവില് ശരിക്കും വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം പോലും അള്ളാഹുവിന് വേണ്ടി ആക്കി മാറ്റിയാണ് വേണ്ടിയിരുന്നത്. അതിന് പകരം അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ആക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിക്കാഹ് എന്ന് പറഞ്ഞത് വളരെ പവിത്രമായ ഒരു ഇബാദത്താണ്. നമുക്ക് നിക്കാഹ് കല്യാണ രസാണ്. സംഗതി വിവാഹം എന്നത് സൂറത്തു യാസീൻ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണത്. നിക്കാഹ് സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ്.
1,24,000 അമ്പിയാക്കളെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചു. മറ്റൊരഭിപ്രായത്തിൽ 2,24,000 അമ്പിയാക്കളെ അയച്ചു. ഇന്ന് പെൺകുട്ടികൾക്ക് അധികവും നിക്കാഹിന് മടിയാണ്, കല്യാണത്തോട് താല്പര്യമില്ല. അധിക പെൺകുട്ടികൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്കൊക്കെ കല്യാണത്തോട് താല്പര്യമില്ലാതായി മാറിയിട്ടുണ്ട്. കല്യാണത്തോട് താല്പര്യമില്ലാതായതിൻ്റെ കാരണം അതിൻ്റെ കാഴ്ചപ്പാട് മാറിയതാണ്. വിവാഹത്തോട് താല്പര്യമില്ലാതെയാവാൻ കാരണം വിവാഹം എന്നത് ജീവിതത്തിന്റെ അനിവാര്യതയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. ഹലോ വില്ലൂർക്കാരെ, വെസ്റ്റ് വില്ലൂർക്കാരെ, വെസ്റ്റ് ആയാൽ മതി, വേസ്റ്റ് ആകരുത്. ഇങ്ങോട്ട് നോക്കിയിരിക്കുക എല്ലാവരും. ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ വേസ്റ്റ് ആവും. എനിക്കും വേസ്റ്റ് ആവും, നിങ്ങൾക്കും വേസ്റ്റ് ആവും. അതുകൊണ്ട് വെസ്റ്റ് ആയാൽ മതി. ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും. നോക്കുന്നുണ്ടാവും, നോക്കുന്നുണ്ട് ചങ്ങായിമാരെ ഞങ്ങള്. എന്നാ ചെല്ലി الشفاعة هب لنا في القيامة مشفقا واهلنا إن يا سيدي خير النبي لا إله إلا الله لا إله إلا الله محمد رسول الله. നിക്കാഹിനോട്, വിവാഹത്തോട് അധികവും പെൺകുട്ടികൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് ഇന്ന്. അതിൻ്റെ ഒരു കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയതാണ്. വിവാഹം എന്നത് അനിവാര്യതയാണ് ജീവിതത്തിന് എന്ന് മനസ്സിലാക്കിയതാണ് പ്രശ്നം. ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല. അങ്ങനെയാണ്, അതുകൊണ്ട് കല്യാണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. ജീവിക്കാൻ വിവാഹം ഒന്നും അനിവാര്യമല്ല. തീരെ വിവാഹിതരായ ആളുകളും ജീവിച്ചിട്ടുണ്ട്. ഈസ നബി അലൈഹി സ്വലാം കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ലേ? മഹാനായ സയ്യിദുനാ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടില്ലേ? ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല. പിന്നെന്തിനാ വിവാഹം? ഇസ്ലാമിലെ വിവാഹത്തിന്റെ കാഴ്ചപ്പാട് ജീവിക്കാനല്ല ശരിക്ക്. സ്വർഗത്തിൽ എല്ലാവരും ആണും പെണ്ണുമാണെന്ന് സൂറത്തു യാസീൻ പറഞ്ഞിട്ടുണ്ട്. ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫിഹാ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഹും അവരും വഅസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൻ മരത്തിന്റെ ചോട്ടില് അലൽ അറായികി അരീക്കത്തി എന്ന കട്ടിലിന്മേൽ മുത്തഖിഊന ചാരിയിരിക്കുന്നതാണ്. ലഹും അവർക്കുണ്ട് ഫിയാദിൽ ഫാക്കിയത്തുൻ പഴങ്ങള് വലഹും മാ യദ്ദഊൻ അവർ ആവശ്യപ്പെടുന്നത് എന്തും. കല്യാണം ശരിക്കും സ്വർഗത്തേക്കുള്ളതാണ്. ആദ്യത്തെ കല്യാണം നടത്തിയത് അബുൽ ബശറായ ആദം അലൈഹിസ്സലാമാണ്. ആദ്യത്തെ പുതിയാപ്ല സ്വർഗത്തിൽ നിന്നാണ്. ആദ്യത്തെ പുതിയണ്ണ് ഉമ്മുനയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു, സ്വർഗത്തിലാണ്. അവസാനത്തെ കല്യാണവും സ്വർഗത്തിലാണ്. മുത്തുനബിയുടെ തൃക്കല്യാണം, മറിയം ബീവിയെ കല്യാണം കഴിക്കും. അവസാനത്തെ കല്യാണവും സ്വർഗത്തിനാണ്.
ത്വാഹ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നാം പാടി താളത്തിലാടും മേളത്തിൽ എങ്ങളെ ചേർക്കല്ല അമീൻ. അള്ളാഹു നമ്മൾ ചേർക്കട്ടെ. സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നബിതങ്ങളുടെ കല്യാണമാണ്. കല്യാണം സ്വർഗത്തിലേക്കുള്ളതാണ്. ഇവിടത്തെ അതേ ഭാര്യ തന്നെയാണ് സ്വർഗത്തിലെ, ഇവിടത്തെ അതേ ഭർത്താവ് തന്നെയാണ് സ്വർഗത്തിലെ. സത്യത്തിൽ കല്യാണം, വിവാഹം എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ്. വൈവാഹിക ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങൾക്കും കൂലിയുണ്ട്, എല്ലാ പ്രയാസങ്ങൾക്കും കൂലിയുണ്ട്. എല്ലാം സ്വർഗത്തിലാണ്. മൻ തവ്വജ ലില്ലാഹി തവ്വജ മൻ തസവ്വജ ലില്ലാഹി തവ്വജല്ലാഹു ലഹു താജൽ മലികി ഹബീബുനാ റസൂലുള്ളാഹി. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി കല്യാണം കഴിച്ചാൽ നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് അവന് രാജാവിന് നൽകപ്പെടുന്നത് പോലെയുള്ള കിരീടം ധരിപ്പിക്കപ്പെടുന്നതാണെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം ഒരിക്കലും ദുനിയാവിലേക്കുള്ളതല്ല, വിവാഹം സ്വർഗത്തിലേക്കുള്ളതാണ്. ഈ കാഴ്ചപ്പാടാണ്ട് പോയാല് കല്യാണം ഒരു ഭാരമായിട്ട് മാറും. കാഴ്ചപ്പാട് മാറിയാലാണ് വിവാഹം ഭാരമാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം ദീൻ അവതരിപ്പിക്കുന്ന വിവാഹം എന്ന കാഴ്ചപ്പാട് ദുനിയാവിലേക്കുള്ളതല്ല, അത് ആഖിറത്തിലേക്കുള്ളതാണ്, സ്വർഗത്തിലേക്കുള്ളതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും കൂലി സ്വർഗത്തിലാ പറഞ്ഞിട്ടുള്ളത്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് 100 ഷഹീദിന്റെ കൂലി നൽകപ്പെടുമെന്നാണ്. ഒരു ഷഹീദ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയെന്ന് അറിയങ്ങള്? സയ്യിദു ശുഹദാ എന്ന പേരിൽ അറിയപ്പെടുന്ന ആള് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഉഹുദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹ്ശി കൊന്നിട്ട് നെഞ്ചത്ത് കയറിയിരുന്ന് നെഞ്ച് കുത്തിക്കീറിയിട്ട് അതിൽ നിന്ന് കരള് വലിച്ച് പുറത്തേക്കെടുത്ത് വായിലിട്ട് ചവച്ചു തുപ്പി. അതൊക്കെയാണ് ഷഹീദ് പറഞ്ഞാല്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുകുമരത്തിൽ കയറ്റിയിട്ട് 4 ഭാഗത്തു നിന്നും അമ്പെയ്തിട്ട് ശരീരം അരിപ്പ പോലെ തൂങ്ങിക്കിടന്നു. അതൊക്കെയാണ് ശുഹദാക്കന്മാര്. അങ്ങനത്തെ 100 ഷഹീദിന്റെ കൂലി ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് നൽകപ്പെടുന്നതാണ്. പോരെ? അതുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയാൽ താല്പര്യം കുറയും. കാഴ്ചപ്പാട് ശരിയാണോ, എന്നാ പിന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നും. ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക? ഗൾഫ് പോവാതെ പൈസ കിട്ടും. ഗൾഫിൽ നിന്ന് എല്ലാവർക്കും പൈസ ഇങ്ങനെ നൂലുമ്മ വരുന്നുണ്ട്, നിങ്ങൾ കേട്ടുക്കണോ? ഇല്ല, അത് പോയിട്ട് അധ്വാനിച്ചാൽ തന്നെ കിട്ടുള്ളൂ. ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക? 100 ഷഹീദിന്റെ കൂലിയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. ഓർപ്പന്നല്ലേ? 100 ഷഹീദിന്റെ കൂലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാലുള്ളത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഒരാൾ തന്റെ ഭാര്യയുമായി ഇണചേർന്നാൽ അവന്റെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. ഒക്കെ സ്വർഗത്തുക്കുള്ള ഒരുക്കാണ് ശരിക്കത്. സ്വർഗത്തുക്കുള്ള ഒരുക്ക. പക്ഷെ നമ്മളതിനും ഗാനമേള നടത്തിയതിനിപ്പോ അല്ലാഹു തആല എന്ത് കാട്ടാനാ? സംഗതി സ്വർഗത്തുക്കുള്ള ഒരുക്കാണ്. അവിടെ ചെന്നിട്ട് ഗാനമേള. ഇവിടുന്നത് നല്ല വട്ടത്തിൽ വെള്ളിയാഴ്ച രാവിലെ പള്ളിക്ക് വെച്ചിട്ട് സയ്യിദന്മാര്, ഉസ്താദുമാര്, സാദാത്യങ്ങള്, നേതാക്കന്മാര്, കാരണന്മാരൊക്കെ സാന്നിധ്യത്തിൽ ഭംഗിയാക്കി ഉഷാറാക്കി അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ അറിയിച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി
അങ്ങനെ തന്നെ. ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തൊന്നും പിശുക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പൈസ ഉള്ള ആളുകൾ അവരുടെ വകയായുള്ള നല്ല ഭക്ഷണങ്ങൾ, സാമ്പത്തികമായി പ്രയാസമുള്ള ആൾക്കാർ ആ പേരിൽ തിന്നോട്ടെ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ബിസ്ക്കറ്റും ചായ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം പോലെ ചെയ്യട്ടോ. എന്നാ വേറുള്ളവർക്കൊക്കെ പൈസ ചിലവാക്കുന്നുണ്ട്. നിക്കാവിൻ്റെ അവിടെ ചെന്നപ്പോൾ പൈസ ചുരുക്കാന്നും പറഞ്ഞങ്ങാണ്ട് ബിസ്ക്കറ്റും ചായയും. അത് നല്ല നിലക്കൊരു മട്ടത്തിൽ ആർഭാടം വേണ്ട, ധൂർത്തും വേണ്ട. ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കലോ വിരുന്നുകാരെ ഇക്രാം ചെയ്യലോ ഒരിക്കലും ധൂർത്തൊന്നല്ല. അപ്പൊ അതൊരു മര്യാദക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൻ്റെ അടുത്ത് സാമ്പത്തികം ഉണ്ട്, ആൾക്കാർ നല്ലത് തിന്നോട്ടെ, എന്തപ്പോ അതിന് കുഴപ്പം. കൊണ്ടുപോയി കൊട്ടാൻ പാടില്ല, അത് ധൂർത്താവും. കുറച്ച് കുറേ ഉണ്ടാക്കിയാണ്ട് ആൾക്കാരെ കാണിച്ചിട്ട് ഒരു തലക്കൊന്നും ഇങ്ങനെ എടുത്തു നോക്കിയാണ്ട് ബാക്കി കൊണ്ടുപോയി കൊട്ടി അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. നല്ല ഭക്ഷണം ഉണ്ടാക്കണതിനോ കൊഴുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അവൻ സ്വർഗത്തിലേക്കുള്ള ഒരുങ്ങാണ്. അപ്പം അതിനനുസരിച്ചുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് നല്ലവർക്ക് കൊടുത്തു. അതിനൊന്നും ഒരു വിരോധമില്ല. എന്തായാലും അത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ് വിവാഹം. ഈ ലോകത്ത് പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി എന്ത് കാര്യമാണെങ്കിലും പഠിച്ചാൽ അവസാനിക്കും. ഒരു കാര്യം മാത്രമേ പഠിച്ചാൽ അവസാനിക്കാതിരിക്കുകയുള്ളൂ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകത്തെ മഹാത്ഭുതമാണ്. അത് നമ്മൾ പഠിച്ചേ പറ്റും. നബി തങ്ങളുടെ കുട്ടിക്കാലം, പുണ്യനബിയുടെ യുവത്വം, നബി തങ്ങളുടെ വാർദ്ധക്യം, മുസ്തഫ നബി തങ്ങളുടെ യാത്രകൾ, പുണ്യനബിയുടെ സഞ്ചാരങ്ങൾ, എല്ലാ കാര്യങ്ങളും പഠിക്കണം. പഠനത്തിലെ ഏറ്റവും വലിയ പഠനം, വായനയിലെ ഏറ്റവും വലിയ വായന മുഹമ്മദ് നബിയെ കുറിച്ചുള്ള വായനയായിരിക്കണം. നമ്മളൊക്കെ പുസ്തകം വായിക്കുന്ന ആൾക്കാരാണ്, എല്ലാവരും വായിക്കലുണ്ട്. വായനയിലെ ഏറ്റവും വലിയ വായന മുഹമ്മദ് നബിനെ കുറിച്ചുള്ള വായനയായിരിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ചത് രണ്ടാൾക്കാരാണെന്നാണ് ചരിത്രം പറയുന്നത്. ഒന്ന് സർ സയ്യിദ് അല്ലാമ ഡോക്ടർ മുഹമ്മദ് ഇക്ബാലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് അല്ലാമ ഇക്ബാൽ. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, വലിയ ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിൽ അദ്ദേഹം ശമ്പളത്തിന് ഒരാളെ വെച്ചിരുന്നു. ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ചായിരിക്കണം. അപ്പൊ ഇടക്കിടക്ക് പുസ്തകങ്ങൾ എണ്ണി വെക്കുക. നബിതങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ തോന്നില്ലെങ്കിൽ അങ്ങാടി പോയിട്ട് ബുക്ക് വാങ്ങിക്കൊണ്ടു വെക്കണം. ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം മുഹമ്മദ് നബിയെ കുറിച്ചായിരിക്കണം എന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ആള് മൗലാന മുഹമ്മദ് അലി ആയിരുന്നു. അങ്ങനെ ഒരിക്കല് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ തന്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നമ്മുടെ ലൈബ്രറിയിലെ എല്ലാ പുസ്തകങ്ങളും ആർക്കെങ്കിലും ദാനം കൊടുത്തോ, ഞാൻ അവിടെ ഒന്നും വെക്കണ്ടാറുണ്ട്. അപ്പൊ മോൻ ചോദിച്ചു, വാപ്പാ, നമ്മുടെ ലൈബ്രറിയിൽ നബിതങ്ങളെ കുറിച്ചായിരിക്കണം ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എന്ന് നിങ്ങൾ എപ്പോഴും പറയാറില്ലേ, അതൊരു മുസാഫ് മാത്രം ബാക്കി വെച്ചാൽ എങ്ങനെ യാഥാർത്ഥ്യമാകാനാണ് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഖുർആൻ മുഴുവനും മുഹമ്മദ് നബിയാണ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ മുഴുവനും മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നല്ലേ, അതെങ്ങനെ മുഹമ്മദ് നബി ആകുക എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാൽ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങുന്നു തന്നെയാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റഹ്മത്തിനെ തന്നവൻ എന്നാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ റഹ്മത്ത് മുഹമ്മദ് നബി ആകുന്നു എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ഫാത്തിഹ സൂറത്ത് മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ മദ്ഹുൻ നബിയാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആകെ കരഞ്ഞത് 4 സമയത്താണ്. 4 പ്രാവശ്യമാണ് ഇബ്ലീസ് നിലവിളിച്ചത്. ഒന്ന് ഹീന ലുഇന, സ്വർഗത്തിൽ വെച്ച് ശപിക്കപ്പെട്ടവനെ എന്ന് പറഞ്ഞപ്പോൾ നിലവിളിച്ചു, അത്തരിയിട്ടും കരുതിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത് കരഞ്ഞത് ഹീന ഹുബിത്ത, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കരഞ്ഞു. മൂന്നാമത് കരഞ്ഞത് ഹീന ഉലിദ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ് കരഞ്ഞു. റബീഉൽ അവ്വൽ 12 ചിലർക്ക് നിലവിളി വരും. നബി തങ്ങൾ ജനിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ട്. നാലാമത് കരഞ്ഞത് ഹീന നുസില, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോഴാണ്. അൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ കരഞ്ഞു. എത്ര പ്രധാനപ്പെട്ട സദസ്സുകൾ നോക്കിക്കോളി. വലിയ VIP-കളൊക്കെ കൂടിയ വലിയ സദസ്സാണെന്ന് വിചാരിച്ചോളി. എല്ലാ വർത്താനും പറയുന്നുണ്ട്, വലതുവശം പറയുന്നുണ്ട്, ഇടതുവശം പറയുന്നുണ്ട്, രാഷ്ട്രീയമുണ്ട്, മതകാര്യമുണ്ട്, പള്ളി കമ്മിറ്റിയുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. അവസാനം ആരെങ്കിലും ഒരാള് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ 2 എണ്ണം പുറത്തേക്ക് ഇറങ്ങും. എന്തേ കാരണം? സൂറത്തുൽ ഫാത്തിഹ മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ എന്നത് അതിലെ ഓരോ ആയത്തും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്.
പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ കുറെ സൂറത്തുണ്ട്. വല്ലുഹ സൂറത്ത് മദ്ഹുൻ നബിയാണ്. അലൻ-നശ്റ സൂറത്ത് മദ്ഹുൻ നബിയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ മദ്ഹുൻ നബിയാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ മദ്ഹുൻ നബിയാണ്. ത്വാഹ സൂറത്ത് മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവസാനം ഇറങ്ങിയ ആയത്ത് മദ്ഹുൻ നബിയാണ്. ദീന് പൂർത്തിയായി ഹജ്ജത്തുൽ വദാഇന്. ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്തിറങ്ങി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ആയത്തിറങ്ങി. ആ ആയത്തിറങ്ങിയതിന്റെ ശേഷം പിന്നെ ഇറങ്ങിയ ആയത്തിന്റെ അത് മദ്ഹുൻ നബിയാണ്. എന്തായത്ത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഞാൻ തന്നെ അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. വലിയ മുദരിസായിരുന്നു ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ദിവസം ഇങ്ങനെ ദർസ് നടക്കുന്ന സമയത്ത് അബൂബക്കർ ബിനുൽ മുജാഹിദ് എന്നു പേരായ ഒരാൾ അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് കയറി വന്നു. വരുന്ന കണ്ടപ്പോൾ മൂപ്പര് ഇരിക്കുന്നിടത്ത് നിന്ന് നീച്ചിട്ട് വാതിൽക്ക് പോയിട്ട് അയാളെ കൂട്ടിക്കൊടുന്നു. എന്നിട്ട് മൂപ്പരെ തോളിലുണ്ടായിരുന്ന മുണ്ട് വിരിച്ചിട്ട് അതിലിരുത്തി. എന്നിട്ട് മൂപ്പര് ഇങ്ങനെ എന്തൊക്കെ പിരാന്തന്മാര് വർത്താനം പറയും പോലെ വർത്താനം പറഞ്ഞു. എന്നിട്ട് പിന്നെ അയാൾ പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോ ശിബിലി ഇമാം എഴുന്നേറ്റു. അങ്ങനെ ഗേറ്റിന്റെ അവിടെ കൊണ്ടായിട്ട് യാത്ര അയച്ചു വിട്ടിട്ട് മടങ്ങിപ്പോന്നു. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ ആ തഫ്അലു ഹാക്കദാ ബിഹാദാ, എന്താണ് ഇയാളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ആ തഫ്അലു ഹാക്കദാ ബിഹാദാ, എന്താണ് ഇയാളെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? വഅഹ്ലു ബഗ്ദാദിൻ യഖൂലൂന ഇന്നഹു മജ്നൂൻ, ബഗ്ദാദുകാര് പറയാറുണ്ട് ഇദ്ദേഹത്തിന് പിരാന്താണ്. എന്നിട്ട് എന്താ മൂപ്പര് അങ്ങനെയൊക്കെ കാട്ടണമെന്ന് ചോദിച്ചു. അപ്പോൾ അല്ലാമ ശിബിലി പറഞ്ഞു, ഇതേ ചോദ്യം ഞാൻ ഒരിക്കൽ നബിനോട് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഞാൻ മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ സഹാബത്തൊക്കെ ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ് എല്ലാവരും ഉണ്ട് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ അവർക്ക് ദർസ് നടത്തിയിരുന്നു. അപ്പണ്ട് ഇയാൾ ഇങ്ങനെ അങ്ങോട്ട് കയറി വരുന്നു, ഉറക്കത്ത് കാണുകയാണ്, ഇയാൾ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് മൂപ്പരെ പോയി കൂട്ടിക്കൊടുന്നിട്ട് തട്ടം വിരിച്ചു കൊടുത്തു, അതിലിരുത്തി. ഇതേമാതിരി കുറെ വർത്താനം മൂപ്പര അവിടുന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പോയപ്പോൾ നബി തങ്ങൾ കൂടെ പോയി യാത്ര അയച്ചു. തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അതഫഅലു ഹക്കദാ ബിഹാദാ, നബിയെ ഇയാളെന്താ അങ്ങനെയൊക്കെ കാട്ടുന്നത്? വഅഹ്ലു ബഗ്ദാദിൻ യഖൂലൂന ഇന്നഹു മജ്നൂൻ, ബഗ്ദാദുകാർ പറയാറുണ്ട് ഇദ്ദേഹത്തിന് പിരാന്താണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ശിബിലിയെ ഇങ്ങക്ക് ഇയാൾ അറിയോന്ന് ചോദിച്ചില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിൽ എന്റെ പേരുണ്ട് എന്ന കാരണത്താൽ ഇയാൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം അത് ഓതാറുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മാഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്കാൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ് ദാലിക മസലുഹും ബിത്തൗറാത്തി വമസലുഹും ബിൽ ഇൻജീൽ. എന്റെ പേരയിലുണ്ട് എന്നുള്ള കാരണത്താൽ ഇദ്ദേഹം എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതാറുണ്ട് എന്ന് പറഞ്ഞു. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ഒരു പെണ്ണ് വന്നു. ഹസനുൽ ബസ്രി എന്ന് പറഞ്ഞാൽ താബികളുടെ നേതാവാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ അടുത്ത് വന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, എനിക്കൊരു മോളുണ്ടായിരുന്നു, ഒറ്റ മോളേ ഉള്ളൂ, അവള് മരിച്ചു, എനിക്കിപ്പോ ആരുമില്ല. എന്റെ മോളെ അവസ്ഥ എന്താന്ന് അറിയാൻ എനിക്കൊന്ന് സ്വപ്നത്തിൽ മോളെ കണ്ടാൽ തിരക്കിടില്ല, അതിന് പറ്റി എന്തേലും ഒന്ന് പറഞ്ഞു തരീന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് എന്തോ ഒന്ന് പറഞ്ഞു കൊടുത്തു, ദിക്റോ മറ്റെന്തോ ഒന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ പെണ്ണ് പോയി. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത മാതിരി ചെയ്തു. മോളെ കണ്ടു. കണ്ടപ്പോ കയ്യും കാലും ചങ്ങലയിട്ട് പൂട്ടിയിട്ട് നരകത്തിലുണ്ട്. അപ്പൊ നൊലൊഴിച്ചു. പിറ്റേ ദിവസം ഹസനുൽ ബസ്രിയുടെ അടുത്ത് വന്നാണ്ട് സങ്കടം പറഞ്ഞു, ഞാൻ എന്റെ മോളെ കണ്ടത് ഇങ്ങനെയൊക്കെയാണല്ലോ. നൊലൊഴിച്ചപ്പോ ഹസനുൽ ബസ്രിക്ക് തോന്നി പറഞ്ഞു കൊടുക്കേണ്ടിന്നില്ലാന്ന് തോന്നി. അങ്ങനെ പെണ്ണ് മടങ്ങി. കുറെ ദിവസം കഴിഞ്ഞു. ഒരു ദിവസം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനെ സ്വപ്നത്തിൽ കണ്ടു. പിന്നൊരു ദിനം ഹസൻ എന്നവർ താജുള്ളതായി കാണുന്നു പെണ്ണിനെ സ്വപ്നമിൽ സ്വർഗത്തിലായി. പിന്നൊരു ദിനം ഹസൻ എന്നവർ, താജ് എന്ന കിരീടം, പിന്നൊരു ദിനം ഹസൻ എന്നവർ താജുള്ളതായി കാണുന്നു പെണ്ണിനെ സ്വപ്നമിൽ സ്വർഗത്തിലായി. അപ്പോൾ മഹാൻ ചോദിച്ചു, എന്താ പെണ്ണേ ഈ സ്ഥിതിയിലാകാൻ കാരണം പറ പൊന്നേ. എന്റെ അമ്മനോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ, എന്തേ സ്വർഗത്തിൽ കിരീടം വെച്ചിരിക്കാൻ കാരണം എന്ന് ചോദിച്ചു. കിടക്കുന്ന മക്ബറ
തൊട്ടടുത്തു നടന്നു പോയി. ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി. കിടക്കുന്ന മക്ബറ തൊട്ടടുത്തു നടന്നു പോയി. ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി. അതിൽ പെട്ടു ഞാനും, വന്നു കിട്ടി നജാത്ത്. സുഹൃത്തുക്കളെ അതുകൊണ്ട് ചൊല്ലി സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.